ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ലൊരു ബീഫ് കറി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ലൊരു നാടൻ ബീഫ് കറിയെ. അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയാണ്. പിന്നെ ഒരു അരക്കപ്പ് അളവിൽ ചുവന്നുള്ളിയും ഒരു 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ 3/4 കിലോ ബീഫാണ് കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ബീഫിൽ കുറച്ച് മസാല ഒന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടി 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു മുളക് പൊടിയൊക്കെ തിരുമ്മിയെടുത്തതിന് ശേഷം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബീഫ് കറി റെഡിയാക്കി എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പം ഞാൻ ഈ ഒരു ബീഫ് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടാണ് കറി റെഡിയാക്കി എടുക്കുന്നത്. ഒരു ബീഫ് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ചൂട് കയറുമ്പോഴത്തേന് ആ ഒരു ബീഫിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ട് നമുക്ക് വെന്ത് കിട്ടാനുള്ള വെള്ളം ആ ഒരു ബീഫിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ട ഒരു ബീഫിൽ നല്ലതുപോലെ വെള്ളമായിട്ടില്ല. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. ആ ഒരു വെള്ളം വറ്റിക്കിട്ടുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ ഒരു ബീഫ് 80% നമുക്ക് വെന്ത് കിട്ടും. പിന്നീട് നമ്മൾ മസാലയൊക്കെ ചേർത്ത് ആ ഒരു ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്തിനുള്ളിൽ നല്ല അടിപൊളിയായിട്ടൊരു ബീഫ് നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് 2 എല്ല് കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കട്ട് ചെയ്തിട്ടിട്ടില്ല. അതാണ് ഒരു വലിയ പീസായിട്ട് കിടക്കണത്. ഇപ്പോൾ ഒരു ബീഫ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ വെള്ളമുണ്ട്. ഈ ഒരു വെള്ളം നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്ന ഒരു സമയത്തിനുള്ളിൽ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വറ്റി കിട്ടുവേ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനുള്ള ഉരുളി വെച്ച് കൊടുക്കുക. ആ ഒരു ഉരുളിയിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്തിന് ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 2 ബേ ലീഫും 1 ടീസ്പൂണ് പെരിഞ്ചീരകവും 4 ഏലക്കായും ഒരു 5 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ഉള്ളിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിരിക്കുന്നതാണ്. ഈ ഒരു സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് കുറവാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയുടെ ഫുള്ളായിട്ടുള്ള കുടപ്പനും ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിനെയും കൂടി പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഇതേപോലെ മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 4 ടീസ്പൂണ് മീറ്റ് മസാലയും ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നതിലേക്ക്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നീട് ആ ഒരു തക്കാളി ഒന്ന് നമുക്ക് വേവിച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫൊക്കെ വെന്തിരിക്കുന്നതാണ്, അതുകൊണ്ട് ഒത്തിരി വെള്ളം വേണ്ട. ഒരു ഗ്രേവിക്ക് പാകത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പൊക്കെ ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു ഗ്രേവിയൊക്കെ നല്ലതുപോലെ പാകത്തിനായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, സൈഡ് ഭാഗത്തൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു ബീഫിലുള്ള നെയ്യും നമ്മൾ ചേർത്തിരുന്ന ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ, എരിവൊക്കെ പാകത്തിനാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബീഫ് കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നാടൻ രീതിയിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു ബീഫ് കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.